കഴിഞ്ഞ കൊല്ലത്തെക്കാൾ കേമായിരുന്നു ഇക്കൊല്ലത്തെ വേല അല്ലേ അന്തോണി? ഏതായാലും അടുത്ത കൊല്ലത്തെ വേലയ്ക്ക് സീത ഉണ്ടായില്ല. ഉണ്ടാവാതെ പിന്നെ ഞാൻ എന്താ കാശിക്ക് പോന്നു? അതല്ല, പിന്നെ അപ്പോഴേക്കും സീത ആരെങ്കിലും കെട്ടിക്കൊണ്ടു പോകൂലേ? പിന്നെ പിന്നെ അങ്ങനെ പിന്നെ ആരും കെട്ടണ്ട. അയ്യോ, ശവം! അയ്യോ, ഇത് നമ്മുടെ ഇൻസ്പെക്ടർ സാറല്ലേ? അയ്യോ, ഇതെന്ത് പറ്റി? എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? പിടിക്കേ, വീട്ടിൽ കൊണ്ടുപോ. വീടോട്ട് കിടത്താം. കാപ്പിപ്പൊടി മനസ്സിലാക്കി കുറച്ചു നേരം കൂടെ കിടന്നോ സാറേ? വേണ്ട, ഞാൻ എങ്ങനെ ഇവിടെ വന്നു? ഞങ്ങൾ വേല കഴിഞ്ഞ് വരുമ്പോ സാറ് കടപ്പുറത്ത് ചത്തുപോലെ കിടക്കായിരുന്നു. അയ്യോ, നാളെ പോകാം, ഇന്നിവിടെ കിടന്നോ? സാരമില്ല, ഞാൻ പോയിക്കോളാം. അതെ, സാറിനെ വീട്ടിൽ കൊണ്ടുവന്നാക്കിക്കോ. പിന്നെ മാല അവിടെ വീണുപോയതായിരുന്നു. നീ വരൂ, അതിലേക്ക് വരൂ. അച്ഛന്റെ മാലയായിരുന്നു. ഊർന്നു പോയ ഞാൻ അറിഞ്ഞില്ല. എങ്ങനെ കാണാതെ പോയിരുന്നെങ്കിൽ കഷ്ടമായിപ്പോനെ. വീണത് അവിടെ വെച്ചായതുകൊണ്ട് 2 ഗുണങ്ങളുണ്ടായി. ഒന്ന്, മാല തിരിച്ചു കിട്ടി. പിന്നെ അത് തിരിച്ചു തരാൻ വേണ്ടി സീത ഇവിടെ വരെ വന്നു. രാധ കടയിൽ പോയതുകൊണ്ടാ, കൊടുത്തയക്കാൻ വേറെ ആരുമില്ലായിരുന്നു. അതുകൊണ്ടെന്താ, സീതയ്ക്ക് 100 താങ്ക്സ്. ഇത്രയും വലിയ വീട്ടിൽ ഒറ്റയ്ക്കാ താമസം? എന്ത് ചെയ്യാനാ, ഒറ്റയ്ക്കേ ഉള്ളു തൽക്കാലം. പറ്റിയൊരു പെണ്ണിനെ കിട്ടിയ താലി കെട്ടി കൂടെ താമസിച്ചാ കൊള്ളാന്നുണ്ട്. നോക്കിക്കോ, അതാ നല്ലത്. അല്ലെങ്കിൽ ഇന്നത്തെ പോലെ എവിടെയും പോയി തല്ലുകൊണ്ട് വരുമ്പോ നോക്കാൻ ആരും ഉണ്ടാവില്ല. അതുകൊള്ളാം. സീതയുടെ വർത്തമാനം കേട്ടതൊന്നും ഞങ്ങൾ പോലീസുകാർക്ക് ദിവസവും തല്ലുള്ള ജോലിയെന്ന്. എന്താ? തല വിങ്ങുന്നു, നല്ല പനിയുണ്ട്. മരുന്ന് കഴിച്ചില്ലേ? മരുന്ന് കഴിച്ചു. തൽക്കാല ആവശ്യം നല്ല ചൂടുള്ള ഒരു കട്ടൻ കാപ്പിയായിരുന്നു. എന്ത് ചെയ്യാനാ, സീതയുടെ കട എവിടെ ആയിപ്പോയില്ലേ? കാപ്പിപ്പൊടിയും പഞ്ചസാര ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം. എവിടെ ഇരിക്കുന്നേ? കാപ്പിപ്പൊടിയും പഞ്ചസാര എവിടെ ഇരിക്കുക? അടുക്കളയല്ലേ? അടുക്കള എവിടെയാ? അവിടെ അവിടെ. പനി വിട്ടുമാറിയിട്ടില്ല. നീ മരുന്ന് കഴിച്ചില്ലേ? 2 നേരം കൂടി കഴിച്ചു കഴിയുമ്പോഴേ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആവും. യു ബി ബെറ്റർ. ഞാൻ ദേവുട്ടിയുടെ കാപ്പ് കൊടുത്തയക്കാം, എടുത്ത് കഴിച്ചോണം. അറ്റ്ലീസ്റ്റ് സുഖമില്ലാത്തപ്പോഴെങ്കിലും അവിടെ ഒന്ന് താമസിക്കാൻ പറയാൻ കേൾക്കില്ലല്ലോ. വലിയ ഡിമാൻഡ് കാണിക്കല്ലേ? അയ്യോ, സത്യമായിട്ടും അതല്ലേ ചേച്ചി. അല്ല, ഇവിടെ ആവുമ്പോ അല്ല സൗകര്യം ഇവിടെ ഉണ്ടല്ലോ എന്ന് കരുതിയെന്നേ ഉള്ളൂ. എന്താ? ഏയ്, ഒന്നുമില്ല. ഇതാ കാപ്പി, നല്ല ചൂടുണ്ട്. ഇങ്ങനെ തന്നെ കഴിച്ചോ. ഞാൻ പോണു. സുഖമില്ലെങ്കിലും ഇവിടെയാകുമ്പോ സൗകര്യാന്ന് പറഞ്ഞ് വെറുതെ അല്ല. കുട്ടിങ്ങ തന്നെ എന്നെ കണ്ട കുട്ടീന്നാ തോന്നാ. പേരറിയാത്തത് കൊണ്ടല്ലേ അങ്ങനെ വിളിച്ചത്. പേരറിയണമെങ്കിൽ ചോദിക്കണ്ടേ? അയ്യോ സോറി. കുട്ടിയുടെ അല്ല, എന്താ പേര്? സീത. നല്ല പേര്. കടപ്പുറത്തെ ചായക്കടയിലെ കാത്തമ്മ.
അവരുടെ മോളാ. ആയിക്കോട്ടെ, അതിന് നീ എന്തിനാടാ ഈ ചമ്മ? ഞാൻ ചമ്മിയൊന്നും ഇല്ലല്ലോ. അവര് ഈ വഴി ഇങ്ങനെ പോയപ്പം അല്ലാണ്ട്. ഇത് വലുതും അറിയുന്നുണ്ട്. ദാസേട്ടൻ പിന്നെ ആ കസ്റ്റംസ് ഓഫീസറുടെ വീട്ടിൽ പോയിരുന്നു. ഇത് രണ്ടാമത്തെ തവണയാണ്. ചന്ദ്രു, ഇവിടെ എന്ത് നടന്നാലും ഞാൻ അറിയും. മനസ്സിലായോ? ദാസേട്ടൻ അവരുമായിട്ടുള്ള അടുപ്പം ഇങ്ങനെ തുടർന്നാൽ നമ്മൾ എങ്ങനെ വിശ്വസിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക? ഒരു വാക്കൊന്ന് ചോർന്നാ പോരെ, നിൽക്കുന്ന സ്ഥലം കാണൂല. കഴിഞ്ഞ തവണത്തെ അനുഭവം ഓർമ്മയില്ലേ? വേറൊന്നുമില്ലെങ്കിലും ഒരു മുൻകരുതലെന്ന നിലയ്ക്കെങ്കിലും ദാസേട്ടനെ ഇത്തവണ നമുക്കൊന്ന് മാറ്റി നിർത്തണം. മാത്രമല്ല മുതലാളി, ചന്ദ്രനും കാര്യങ്ങൾ നടത്തിയ ഒരു പരിചയമാവണ്ടേ? ഇത്തവണ ഞാൻ പോകാം, ചാർലി ഉണ്ടല്ലോ. നിങ്ങൾ ആരും പോകണ്ട, ഞാൻ പോയിക്കൊള്ളാം. ഇത്തവണ താരാശങ്കർ മുട്ടുമടക്കാനുള്ള സകല സാധ്യതകളുമുണ്ട്. രാത്രി 11:30 അവർ പുറംകടലിൽ നിന്ന് സാധനങ്ങളുമായി തിരിക്കും. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി 11:40 ആകുമ്പോൾ അവർ കരയിലെത്തിരിക്കും അല്ലേ? എക്സാക്ട്ലി. കടൽപ്പാലത്തിന്റെ ഇപ്പുറത്തായി കസ്റ്റംസിന്റെ ബോട്ടുകൾ മറന്നു നിൽക്കാനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്യാം. റൈറ്റ്. ഞങ്ങളുടെ ആൾക്കാരോട് കരയിൽ ഫോർട്ടിന്റെ ഉള്ളിൽ കാത്തു നിൽക്കാൻ പറയാം. ഭാഗ്യത്തിന് നാളത്തെ അവരുടെ ഓപ്പറേഷൻസിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് കിട്ടി. ദാറ്റ് ഈസ് ഫൈൻ. ഊണ് കഴിക്കൊന്നും വേണ്ടേ? കുറെ നേരം ആയാലും രണ്ടുപേരും കൂടെ രാജ്യം പിടിച്ചിറക്കുന്ന കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങിയിട്ട്. മണി ഇത്രയൊന്നും വല്ല പിടിയുണ്ടോ? സോറി മാഡം, അറ്റ് യുവർ കമാൻഡ്. വരൂ. ആരാ അത്? ഓ, നിങ്ങളോ? എന്താ കുട്ടികളെ ഇവിടെ? അതും ഈ അസമയത്ത്? ഓ, വെറുതെ നടക്കാൻ ഇറങ്ങിയതാവും. ഞാനും അതെ. അത്താഴം കഴിഞ്ഞാൽ കുറെ നേരം കാറ്റുകൊണ്ട് ഇങ്ങനെ നടക്കും. വളരെ നല്ലതാ. അല്ല, നടക്കാൻ ഇറങ്ങുമ്പോ എന്തിനാ ഈ റിവോൾവർ യൂണിഫോം ഒക്കെ? സോ യു ആർ ഓൺ ഡ്യൂട്ടി. സമ്മതിക്കണം കേട്ടോ. രാത്രി എന്നില്ല, പകലെന്നില്ല. ഇങ്ങനെയുണ്ടോ ഒരു ഡ്യൂട്ടി കോൺഷ്യസ്നസ്? ആട്ടെ, സമയം എത്രയായി? ഞാൻ വാച്ചെടുത്തില്ല. 11:20. വരൂ, നമുക്ക് അല്പം നടക്കാം. ഈ കടൽ തീരത്തിലൂടെ ഇങ്ങനെ നടന്നാൽ മനസ്സും അതെ ശരീരവും പെട്ടെന്ന് ഫ്രഷ് ആവും. പ്രതീക്ഷിക്കാതെയുള്ള ഫെയിലിയേഴ്സിനെ അതിജീവിക്കാനുള്ള സ്റ്റാമിന കിട്ടും. കമോൺ, എന്താ മടിച്ചു നിൽക്കുന്നത്? 11:20 ആയുള്ളൂ. ഇനിയും സമയമുണ്ട്. രാത്രി 11:30 പുറംകടലിൽ നിന്നും സാധനങ്ങളുമായി തിരിക്കും. ഒരു 11:40 ആവും കരയിലെത്താൻ. സമയമുണ്ടെന്ന്. വരൂ. കസ്റ്റംസ് ബോട്ടുകൾ എവിടെയാണ് കിടക്കുന്നത്? ഓ, ഞാൻ മറന്നുപോയി. കടൽപ്പാലത്തിന് ഇപ്പുറത്ത്. ഫോർട്ടിനുള്ളിൽ പോലീസുകാർ. പാവങ്ങൾ. എല്ലാവരും ഉറക്കൊഴിച്ച് കാത്തിരുന്നിട്ട് ഒടുവിൽ നിരാശരായി മടങ്ങേണ്ടി വരിക. സോ സോറി. സാധനങ്ങൾ 8 മണിക്ക് എത്തേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞു. സാരമില്ല, ചിലപ്പോൾ ബെറ്റർ ലക്ക് അടുത്ത തവണയായിരിക്കും. അങ്ങനെ സമാധാനിക്കാൻ തൽക്കാലം. ഞങ്ങളെക്കാൾ ബുദ്ധി നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ വിശ്വസിച്ചു. അവിടെയാണ് തെറ്റുപറ്റിയത്. ഞാൻ എന്താണ് ചെയ്യാന്നറിയാമോ? എന്നേക്കാൾ ബുദ്ധി നിങ്ങൾക്കുണ്ടെന്ന് ആദ്യമേ അങ്ങ് ഉറപ്പിക്കും. അപ്പോഴെന്താണ് ചെയ്യുക? നിങ്ങളുടെ ബുദ്ധി കടന്നു ചെല്ലുന്നതിന്റെ അപ്പുറത്തെത്താനാവും പിന്നെ എന്റെ ശ്രമം. മനസ്സിലായോ? അതുകൊണ്ടാണ് താരാശങ്കർ എപ്പോഴും വിജയിക്കുന്നത്. എപ്പോഴും എന്ന് പറയാതെ ഒരിക്കൽ കൂടി നിങ്ങൾ വിജയിച്ചെന്ന് പറയൂ. ടേക്ക് ഇറ്റ് ഫ്രം മീ മിസ്റ്റർ താരാശങ്കർ. അടുത്ത തവണ നിങ്ങളുടെ മുഖത്ത് നോക്കി ചിരിക്കുന്നത് ഞാനായിരിക്കും. ഗുഡ്. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. പറ്റ കുട്ടികളെ. തുളസി, ദാസൻ വീണ്ടും ഇവിടെ വന്നിരുന്നു അല്ലേ? എന്നിട്ട് ആ വിവരം തുളസി എന്നോട് പറഞ്ഞില്ല. Why you didn't tell me? എന്ത് പറ്റി രാജേട്ടന്? Come on, tell me why. ഒരിക്കൽ കൂടി മുന്നറിയിപ്പ് തരാൻ.
രാജേട്ടനെയും കൂട്ടി ഇവിടുന്ന് രക്ഷപ്പെടുകയാണ് നല്ലതെന്ന് ഉപദേശിക്കാൻ. ഇത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയായിരുന്നെങ്കിൽ ഇവിടേക്ക് വരേണ്ടിയിരുന്നില്ലെന്ന് ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു. ഒരു മുന്നറിയിപ്പിന്റെ ഔദാര്യമില്ലാതെ തന്നെ സ്വയം രക്ഷിക്കാനുള്ള മിടുക്കും ശക്തിയും എന്റെ രാജേട്ടനുണ്ടെന്ന് എനിക്കറിയാം. രാവിലെ ഓഫീസിൽ പോയ രാജേട്ടൻ പിന്നീട് ഇപ്പോഴാണ് വരുന്നത്. അവിടേക്ക് വിളിച്ചറിയിക്കാൻ മാത്രം വലിയൊരു സംഭവമാണിതെന്ന് എനിക്ക് തോന്നിയില്ല. ഡിപ്പാർട്ട്മെന്റിൽ തന്നെ വളരെ കുറച്ചു പേർക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങൾ ഞാനത് പിന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ആകെ ഇവിടെ വെച്ച് മാത്രമാണ്. പ്രസാദിനോട്, തുളസിയുടെ മുന്നിൽ വെച്ച്. ഇവിടെ നിന്നല്ലാതെ അതൊരിക്കലും പുറത്തു പോകാനിടയില്ല. രാജേട്ട, പ്ലീസ്. ദാസേട്ടനെ ഞാൻ സ്നേഹിച്ചിരുന്നു, ശരിയാണ്. ഞാനെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? പക്ഷേ എന്റെ ഭർത്താവിന്റെ കരിയറിനെ വരെ അപകടത്തിലാക്കുന്ന വിവരങ്ങൾ പണ്ടുണ്ടായിരുന്ന ബന്ധത്തിന്റെ പേരിൽ ചോർത്തി കൊടുക്കാൻ ഞാനെന്ത് എത്ര ചീപ്പാണോ? ഇത്രയും നാൾ നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞിട്ടും രാജേട്ടൻ എന്നെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? എങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. സോറി തുളസി, പ്രതീക്ഷിക്കാതെ സംഭവിച്ച പരാജയത്തിന് മുൻപിൽ എന്റെ മനസ്സൽപ്പം പതറിപ്പോയി. റിയലി സോറി. എനിക്ക് തുളസിയെ യാതൊരു സംശയവുമില്ല. എന്നേക്കാൾ എനിക്ക് വിശ്വാസം തുളസിയാണ്. സത്യം. ഐ എം സോ സോറി. ഇതെവിടെ വെക്കണം? അപ്പുറത്തെ മുറി കൊണ്ടുവയ്ക്കേ. ദേവു, മിടുക്കി. നിന്നെ ഏൽപ്പിച്ച ജോലി നീ ഭംഗിയായി ചെയ്തു. അവരുടെ പ്രോഗ്രാമിനെ കുറിച്ച് നീ ചോർത്തി തന്ന വിവരങ്ങൾ കൃത്യസമയത്ത് ഉപകാരപ്പെട്ടു. മിസ്റ്റർ താരാശങ്കർ, ഇതുവരെ വിജയം നിങ്ങളുടെ കൂടെയായിരുന്നു. ബട്ട് നോട്ട് നൗ. ഇപ്പോൾ നിങ്ങൾ തൊണ്ട് സഹിതം അകപ്പെട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു ഓർക്കുന്നു, അടുത്ത പ്രാവശ്യം നിങ്ങളുടെ മുഖത്ത് നോക്കി ചിരിക്കുന്നത് ഞാനായിരിക്കുമെന്ന്. താരാശങ്കർ ഒന്നും മറക്കാറില്ല. അടുത്ത തവണ നിങ്ങൾക്ക് ബെറ്റർ ലക്ക് ആശംസിച്ചത് ഞാനല്ലേ? കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. എന്താ ഇത്? എന്താ മൂപ്പ?
മുതലാളിയെ കൊന്നവരെ ഞങ്ങൾ വെറുതെ വിടില്ല. ഞങ്ങൾക്ക് പകരം ചോദിക്കണം. മുതലാളിയുടെ ചോറ ഞങ്ങളുടെ ഈ തടി. ഒരെണ്ണത്തെ ഞങ്ങൾ വെറുതെ വിടില്ല. നിങ്ങൾ ബഹളം ഉണ്ടാക്കാതെ പിരിഞ്ഞു പോകണം. നിങ്ങളെക്കാൾ കൂടുതൽ ആ വികാരം എനിക്കുണ്ട്. അതെനിക്ക് വിട്ടുതരും. ഞാൻ നോക്കിക്കോളാം. ഇപ്പൊ ഞാൻ പറയുന്നത് കേൾക്കൂ. നിങ്ങൾ തിരിച്ചു പോകണം. തിരിച്ചു പോകാൻ